ഇപ്പോൾ നമുക്കൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് സജന ബി സജൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സജന, കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ പ്രതികരണം സജന നടത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്നൊരാവശ്യം ഇതിനോടകം സജന മുന്നോട്ട് വെച്ചു. നേരത്തെ ഇന്ന് പ്രിയങ്ക ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി അന്വേഷണം വേണമെന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോൾ പരാതി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. പെൺകുട്ടി നീതി തേടി നിയമ പോരാട്ടത്തിന് തയ്യാറെടുത്തിരിക്കുന്നു എന്നൊരു സാഹചര്യത്തിൽ സജനയ്ക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഇതൊരു പോരാട്ടത്തിന്റെ വിജയമായി തന്നെ കണക്കാക്കുകയാണ്. ഇത്രയും നാള് ആ കുട്ടിയുടെ ഒരു മാനസിക പിരിമുറുക്കം ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു സ്ത്രീയാണ്, അപ്പൊ എത്രത്തോളം അവര് ശാരീരികമായും മാനസികമായും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാകും എന്നത് നമുക്ക് പകൽ പോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് അവർ ഒരു പരാതി എന്നതിലേക്ക് മുന്നോട്ട് വരുമ്പോൾ തന്നെ അവർ ഈ ഒരു കാര്യത്തിൽ പകുതിയോളം വിജയിച്ചു എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ എന്തെന്നില്ലാതൊരു ആത്മസംതൃപ്തി എനിക്ക് തോന്നുകയാണ്. കാര്യം ഒരു പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്ക് സാധിച്ചു എന്നതിൽ എന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ എനിക്കൊരു സ്ത്രീക്ക് വേണ്ടി പോരാടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായും നമ്മൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഒരു പെൺകുട്ടി അനുഭവിച്ച ബുദ്ധിമുട്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ എന്താണ് അതിനോട് ചിലരെങ്കിലും പ്രതികരിച്ചത് എന്നത് കേട്ടതാണ്. സമൂഹ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തത് എന്നത് കണ്ടതാണ്. ആ പെൺകുട്ടി എത്രമാത്രം ആക്രമിക്കപ്പെട്ടു എന്നത് കണ്ടതാണ്. അവിടെ സജനെ പോലെയുള്ളവരുടെ ശബ്ദം വേറിട്ട് തന്നെ നിൽക്കും. നേതൃത്വം ഒന്നടങ്കം ഈ ആരോപണ വിധേയനൊപ്പം നിൽക്കുമ്പോൾ അത് അവിടെ തുറന്നു പറയാനുള്ള ധൈര്യം കാട്ടി എന്നതാണ് സജനെ ഉൾപ്പെടെയുള്ളവരെ വേറിട്ട് നിർത്തുന്ന കാര്യവും. സജന, ഇന്നലെ ഈ പുതിയ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നൊരാവശ്യം സജന മുന്നോട്ട് വെച്ചത്. നോക്കൂ, ഇപ്പോൾ പെൺകുട്ടി പരാതിയുമായി രംഗത്ത് വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതുവരെ പറഞ്ഞ ന്യായീകരണങ്ങൾ ഇനി പറ്റുമോ രാഹുൽ മാങ്കൂട്ടത്തിന്? രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിൽ എന്ന് പറയുകയും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണ രംഗത്ത് നടക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ പേരിനൊരു നടപടി എന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ആ രീതിയിൽ ഒളിച്ചുകളി, ഇരട്ടത്താപ്പ് ഇനി പറ്റുമോ? അല്ല, ഒരിക്കലുമില്ല. ഇതിനകത്ത് പാർട്ടി ഒരു ഇരട്ടത്താപ്പ് നയം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതൊരു തെറ്റായ ധാരണയാണ്. പാർട്ടിയുടെ നേതൃത്വം ശക്തമായ രീതിയിൽ തന്നെ ഈ വിഷയം ഉന്നയിക്കപ്പെട്ട ആദ്യ നാളുകൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടി സ്വീകരിച്ചതാണ്. ഇപ്പോൾ പ്രചരണ രംഗത്ത് രാഹുൽ മാങ്കൂട്ടം ഇറങ്ങിയിരിക്കുന്നത് പാലക്കാട് ഒരു ജില്ലയുടെ DCCയുടെ ഭാരവാഹികൾ, അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരാണ് അതിന് വിശദീകരണം നൽകേണ്ടത്. അതൊരിക്കലും പാർട്ടിയുടെ നേതൃത്വത്തെ ആ ഒരു കാര്യത്തിൽ വലിച്ചിഴക്കാൻ സാധിക്കില്ല. കാര്യം ഇന്നലെ തന്നെ നടത്തിയ KC വേണുഗോപാലിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടിയിൽ ഒരു സ്ഥാനവുമില്ല, അദ്ദേഹം ഇപ്പോൾ ഈ പാർട്ടിയിലുള്ള അംഗമല്ല എന്നുള്ള കാര്യം അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ അറിയിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹവും മറ്റു നേതാക്കളും ഒക്കെ പറയുന്നു KPCC നേതൃത്വമാണ് അക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന്. പക്ഷേ KPCC അധ്യക്ഷനോട് ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്? ഞങ്ങളൊന്നും പാർട്ടി പരിപാടിയിലൊന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ പാർട്ടി പരിപാടിയിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്ന ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. നോക്കൂ സജന, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുൻപിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. പ്രചാരണം ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തുമ്പോഴാണ് ഇത്തരമൊരു പരാതി മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തുന്നത്. രാഷ്ട്രീയമായി കൂടി ഇത് ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യം കോൺഗ്രസിനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം ഇത് സൃഷ്ടിക്കില്ലേ? അപ്പോൾ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ നടപടിയെടുത്തു എന്നത് സമ്മതിക്കുന്നു. അപ്പോൾ പോലും രാഹുൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചില്ല. പൊതുവേദികളിൽ ഉൾപ്പെടെ വിളിക്കുന്നിടത്തും വിളിക്കാത്തിടത്തും എത്തി. ആ രീതിയിൽ എന്തോ ക്രെഡിറ്റ് നേടിയ വ്യക്തിയെ പോലെയാണ് പൊതുവേദികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കൊണ്ടിരുന്നത്. ഇനി അങ്ങനെയുള്ള നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായാൽ പാർട്ടി കർശനമായ നിലപാടെടുക്കണ്ടേ, നടപടിയെടുക്കണ്ടേ രാഹുലിനെതിരെ? തീർച്ചയായും. കാര്യം ഇത്രയും നാൾ പരാതിയില്ല എന്നുള്ളതായിരുന്നു സൈബർ ഇടങ്ങളിൽ രാഹുലിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നവർ പറഞ്ഞിരുന്നത്. പക്ഷെ എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നേരിട്ട് തന്നെ പെൺകുട്ടി പരാതി നൽകിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ന്യായീകരണത്തിൽ ഇനി സൈബർ ഇടങ്ങളിൽ രാഹുലിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല. പാർട്ടി ഒരിക്കലും രാഹുലിനെ ന്യായീകരിച്ചതായി ഇതുവരെയും വന്നിട്ടില്ല. വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾ ചില നേതാക്കൾ പറഞ്ഞു എന്നതൊഴിച്ചാൽ പാർട്ടി കൃത്യമായ രീതിയിൽ രാഹുലിനെ തള്ളി പറഞ്ഞിരിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലൊരു പാർട്ടി എന്നും സ്ത്രീപക്ഷത്ത് തന്നെ ആയതുകൊണ്ടാണ് എന്നെ പോലെയുള്ള അവർക്ക് ഇതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടായിരിക്കുന്നത്. അപ്പോ ഇതുവരെയും പാർട്ടി നേതൃത്വത്തിൽ നിന്ന് പോലും ഈ സൈബർ ഇടങ്ങൾ ഇത്രയും പ്രശ്നം നടന്നിട്ട് പോലും എന്നോട് ആരും ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല. അതിനർത്ഥം പാർട്ടി എന്നെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
പക്ഷെ പരസ്യമായി രാഹുലിനെ തീർച്ചയായും പല തീർച്ചയായും സ്ഥലങ്ങളിലും എന്തായാലും അദ്ദേഹം പാർട്ടിയിൽ തന്നെ ഈ പാർട്ടി വിഷയവുമായി തള്ളിപ്പറഞ്ഞിരുന്നു. ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ട് എന്നത് നമുക്ക് വളരെ വ്യക്തമാണ്. നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ ഉൾപ്പെടെ അത് വളരെ വ്യക്തമാണ്. സജന ബി സജനാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവാണ് സജന. ഇനിയുള്ള ഇപ്പോൾ ഈ പരാതി കൂടി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ എന്താകും പാർട്ടിയുടെ നീക്കങ്ങൾ എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. അതിനൊപ്പം അറിയണം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുമോ ഈ വിഷയത്തിൽ എന്നത്. നമുക്കറിയാം പരാതി ഇല്ലാത്ത പല ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ തെളിവുകൾ പുറത്തു വരുമ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മാധ്യമങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് നൽകിക്കൊണ്ട് തനിക്കെതിരെ വന്ന പരാതിയിൽ ന്യായീകരണങ്ങൾ കണ്ടെത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുള്ളത്. പെൺകുട്ടി പരാതിയുമായി മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം എന്താണ് എന്നതാണ് നമുക്ക് അറിയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമോ? ഇതുവരെ കാണിച്ചിട്ടുള്ള തൊലിക്കട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും കാണിക്കുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും കാത്തിരിക്കാം രാഹുൽ മാധ്യമങ്ങളെ കാണുമോ ഇല്ലയോ എന്നറിയാൻ. ഇപ്പോൾ നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബു കൂടി ചേരുകയാണ്. കിരൺ, സംസ്ഥാന രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ് രംഗമൊക്കെ നോക്കിയാൽ അവിടെ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള ബലാത്സംഗ പീഡന വിഷയങ്ങൾ വിധി നിർണയിച്ചിട്ടുള്ള ഘട്ടങ്ങൾ പോലും ഉണ്ട് എന്നത് നമുക്ക് മുന്നിൽ ഉള്ള സാഹചര്യമാണ്. നോക്കൂ, ഇവിടെ നിർണായകമായ 2 തെരഞ്ഞെടുപ്പുകൾ, അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൊടുമ്പിരികൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പെൺകുട്ടി പരാതി നൽകാൻ രംഗത്ത് വരുന്നത് എന്നത് വളരെ പ്രസക്തമാണ്. എന്ത് രാഷ്ട്രീയ പ്രത്യാഘാതമായിരിക്കും ഇതുണ്ടാക്കാൻ പോകുന്നത്? രേണുക, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് കനത്ത പ്രത്യാഘാതമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നടുവിൽ നിൽക്കുകയാണ് ആ പാർട്ടി. ആ സമയത്താണ് ആ പാർട്ടിയുടെ MLA-ക്ക് നേരെ ഇങ്ങനെ ഒരു പരാതി വരുന്നത്. ഇതുവരെയും കോൺഗ്രസ്സുകാരൊക്കെ ഒരു പരിധിവരെ ഉന്നയിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ സസ്പെൻഡ് ചെയ്യുമ്പോഴും പൊതുപരിപാടികളും കോൺഗ്രസിന്റെ പ്രാദേശിക പരിപാടികളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമ്പോഴുമെല്ലാം പറഞ്ഞിരുന്ന വാദം ഉന്നയിച്ചിരുന്നത്, രാഹുലിന്റെ പക്ഷക്കാരടക്കം ഉന്നയിച്ചിരുന്നത് പരാതി എവിടെ, പരാതിക്കാരി എവിടെ എന്നുള്ള ചോദ്യമായിരുന്നു. ഇതുവരെയും അങ്ങനെ ഒരു ഉത്തരം നൽകാൻ പരാതിയോ പരാതിക്കാരിയോ വ്യക്തമായി ഇല്ലായിരുന്നു എന്നതുകൂടിയുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, വ്യക്തമായ ഒരു പരാതിക്കാരി ഉണ്ട് എന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കൾക്കും എല്ലാം നേരത്തെ തന്നെ അറിയാം. പക്ഷേ ഒരാൾ പരാതി നൽകാതെ അയാൾ പരാതി നൽകിയെന്ന് പറയാനോ അല്ലെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ പരാതി ഉണ്ട് എന്ന് പറയാനോ കഴിയില്ല. അനൗപചാരികമായിട്ടുമൊക്കെയാണ് എല്ലാവരും, അവർ നേരത്തെ തന്നെ പലരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോഴുമൊക്കെ ചിലപ്പോൾ പരാതി നൽകാൻ ആ ഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ പരാതി ഔദ്യോഗികമായി നൽകിയിരിക്കുന്നു. അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടികൾക്ക് മുന്നോട്ട് പോകാൻ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് തടസ്സമില്ല എന്നുള്ളതാണ്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടി. ഏതു സമയവും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൽ ഒരു പരാതി കിട്ടി, ആ പരാതിയിൽ അന്വേഷണം നടത്തി അതിനുശേഷം തെളിവുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുക എന്നതിലേക്ക് നീങ്ങേണ്ടതില്ല. അന്വേഷണ സംഘം വളരെ നേരത്തെ തന്നെ രൂപീകരിക്കുകയും അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തിൻ്റെ പക്കൽ വ്യക്തമായ തെളിവുകളൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് അതിനെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും വലിയ തടസ്സമായി നിന്നിരുന്നത് ഇത്തരം വിഷയങ്ങളിൽ ഒരു പരാതിക്കാരി ഇല്ല